ABVP സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിയും പ്രയോഗിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുക, KTU വിദ്യാർത്ഥികളുടെ ഇയർ ബാഗ് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിടുക, KTU വിദ്യാർത്ഥികളുടെ ഇയർ ബാഗ് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ABVPയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിനു നേരെ പോലീസ് 2 തവണ ജലപീരങ്കിയും ലാത്തിയും വീശി. മാർച്ച് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് KTUയിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന സമയത്ത് അവരെ വഞ്ചിക്കുകയാണ് ഇവിടുത്തെ SFIയും KSUവും ചെയ്യുന്നത്. KSUവിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവുണ്ട്, എൽദോസ് കുന്നപ്പള്ളി. അയാളുമില്ലേ ഈ സിൻഡിക്കേറ്റിൽ അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിലിൽ, അദ്ദേഹമില്ലേ? ഈ വിഷയത്തിൽ ഇയർ ബാഗ് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് SFIയും KSUവും വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന സമയത്ത് ഇത് പിൻവലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണിയും ചെയ്യുന്നത് ഗവർണറും VCയുമാണെന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞു പറ്റിക്കുന്ന SFIയും KSUവും സ്വന്തം പാർട്ടിക്കാരായ സ്വന്തം നേതാക്കളോട് ആദ്യം പറയണം സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട്, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. സ്വന്തം വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനോട് പറയണം പോയി ഇത് പരിഹരിക്കണമെന്ന്. അത് പറയാൻ ചങ്കൂറ്റമില്ലാതെ കേരളത്തിലെ ഗവർണറെയും VCമാരെയും വേട്ടയാടിയാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നം കഴിയില്ല. അങ്ങനെ വേട്ടയാടുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട SFIക്കാരനും KSUക്കാരനും ഒന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ നേതാക്കൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കാറുമായിട്ട് നിങ്ങളുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഓഫീസിൽ പുറത്തിറങ്ങില്ല. ABVP അവരെ തടുക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കോ. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വനിതാ പ്രവർത്തകരെ അടക്കം ബലം പ്രയോഗിച്ചായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കല്യാണി ചന്ദ്രൻ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ ഗോകുൽ, ജ്യോതിഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജനം, തിരുവനന്തപുരം. ഇടവേള.